ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. തിരുവനന്തപുരത്ത് നിന്നും മറ്റൊരു വാർത്ത വരുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. വലിയ വിവാദമുണ്ടായതാണ്. സർക്കാർ അറിയാതെ ഓഹരി MSC കമ്പനിക്ക് അദാനി കമ്പനി വിൽക്കാനായിട്ട് ഒരു നീക്കം നടത്തി. അപ്പോൾ ആ നീക്കം നടത്തിയത് സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെയായിരുന്നു. ഇതിൽ സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനോട് അതൃപ്തി അറിയിച്ചു എന്നാണ് ആര് പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു അതൃപ്തി രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നുള്ള വിവരം റിപ്പോർട്ടിന് വിവരാവകാശ രേഖ വഴി ലഭിച്ചു. അപ്പോൾ എന്തായാലും ഈ കാര്യം പിന്നീട് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രി അതിനകത്ത് ഉരുണ്ട് കളിക്കുകയാണ്. വാർത്ത പുറത്തു വന്ന സമയത്ത് അറിയിച്ചിരുന്നു അതൃപ്തി എന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്ക് അത് ആദ്യം ഒന്ന് കേൾക്കാം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് കടൽ കൊള്ള, സതീശൻ, അദാനി എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് കിട്ടിയ മറ്റേ കമ്മീഷൻ വരെ പറഞ്ഞു. അവര് സെബിക്ക് കത്തയച്ചു. അപ്പം ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പോൾ തന്നെ അവർ പ്രിയോർ അപ്രൂവലിന് കത്ത് തന്നു. അവിടെ കത്ത് തന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഇപ്പോൾ പറഞ്ഞല്ലോ മോണോപോളി വരും. ഈ കൺസെഷൻ എഗ്രിമെൻറ്റ് പോലും ഒന്ന് വായിച്ചു നോക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പ്രസംഗിച്ചത്. അപ്പോൾ കത്തയച്ചിട്ടുണ്ട് എന്നാണ് അന്ന് പറഞ്ഞത്. അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ജൂലൈ 8-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേൾക്കാം. അതാണെന്ന് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനിയിപ്പോൾ വാർത്ത പുറത്തു വന്ന സമയത്ത് അതൃപ്തി അറിയിച്ചു എന്ന് ആദ്യം പറഞ്ഞു. ജൂലൈ 2-ന് അദാനി കമ്പനി അതൃപ്തി അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്താക്കുറിപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കി. അപ്പോൾ അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ള കത്തിന്റെ പകർപ്പിനായി ജൂലൈ 3-ന് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത അപേക്ഷ തുറമുഖ വകുപ്പിന് കൈമാറി. എന്നാൽ അങ്ങനെയൊരു കത്തില്ല എന്നായിരുന്നു മറുപടി. വിവരാവകാശ മറുപടി ഇന്നലെ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് നമ്മൾ ഈ കാര്യം ചോദിച്ചു. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്കൊന്നും കൂടി ഒന്ന് കേൾക്കാം. ആര് പറഞ്ഞു? അതെനിക്കറിയില്ല. നേരിട്ട് തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്, അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അവരതിൻ്റെ അകത്ത് സോറി പറഞ്ഞുകൊണ്ട് നമുക്ക് കത്ത് തന്നു. ഞങ്ങളത് വേറെ മനഃപൂർവ്വമായി ചെയ്തതല്ല, ഗുജറാത്തിലും എന്നൂരിലും ഒക്കെ ചെയ്തതുപോലെയാണ് ഞങ്ങൾ സെബിക്ക് ഇത് അയച്ചത്. നമ്മളാകെ പരാതി പറഞ്ഞത് സെബിക്ക് അയക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓണറായ പോർട്ടിൻ്റെ ഓണറായ ഞങ്ങളെ അറിയിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അത് അറിയിച്ചില്ലാത്തതിനാണ് നമ്മൾ അസംതൃപ്തി പറഞ്ഞത്. അവർ തന്ന കത്തുണ്ട്, അവരത് വിശദീകരിച്ചുകൊണ്ട് അവരതിനകത്ത് ക്ഷമ ചോദിച്ചുകൊണ്ട് അവർ തന്ന കത്തുണ്ട്. അതാണ്. അപ്പോൾ അവർ തന്ന കത്ത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ നമ്മളയച്ച കത്തോ? അതൃപ്തി അറിയിച്ചത് രേഖാമൂലമല്ല എന്നർത്ഥം വരുന്ന രീതിയിലായിരുന്നു ഈ പ്രതികരണം. ഇതാണ് ആ ഭാഗം. അവരയച്ച കത്തുണ്ട് എന്നാണ് പറയുന്നത്. നേരിട്ട് അറിയിച്ചു എന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് പോലെ തോന്നി. സോറി പറഞ്ഞ് അദാനി കമ്പനി കത്തയച്ചതിന് രേഖയുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ ഊന്നി പറഞ്ഞത്. പക്ഷേ അപ്പോഴും അതൃപ്തി അറിയിച്ചതിന് രേഖയുണ്ടോ ഇല്ലയോ എന്ന കാര്യം മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞത് കളവാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിവരാവകാശ രേഖ പുറത്തു വന്നതാണെന്നും MV ഗോവിന്ദൻ. അറിയിച്ചതിന് തെളിവില്ല എന്ന് മാത്രമല്ല, അറിയിച്ചില്ല എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള വിവരാവകാശ രേഖ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അതൃപ്തി അറിയിച്ചിട്ടില്ല എന്നാണ് ആ രേഖ പറയുന്നത്. അപ്പോൾ കളവ് പറയുകയാണ്. കളവ് പറയുന്നതിന് പിന്നെ വേറെ പാണ്ട് കാര്യമില്ല. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, നമ്മൾ രണ്ടാമത്, അതായത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേൾക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാവും. അവർ മാപ്പ് പറഞ്ഞുകൊണ്ട് സോറി പറഞ്ഞുകൊണ്ട് അയച്ച കത്ത് നമ്മുടെ കയ്യിലുണ്ട് എന്നത് ഊന്നി പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ നേരിട്ട് അറിയിച്ചു എന്ന് പറഞ്ഞത് എങ്ങനെ അറിയിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്നില്ല. നമുക്ക് കിട്ടിയ വിവരാവകാശ രേഖ പ്രകാരം നേരിട്ട് അറിയിച്ചിട്ടില്ല, അങ്ങനൊരു കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആദ്യം അതൃപ്തി കത്തയച്ചിരുന്നു എന്ന് പറഞ്ഞത് കളവല്ലേ TV പ്രസാദ്? അപ്പോൾ ഫോൺ വിളിച്ചാണോ ഇനി അതൃപ്തി അറിയിച്ചിട്ടുണ്ടാവുക TV പ്രസാദ്? അരുൺ, അങ്ങനെ തന്നെയാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു അതൃപ്തി കത്ത് അയച്ചിട്ടില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ സോറി പറഞ്ഞുള്ള കത്ത് ഉണ്ടോ എന്നുള്ളത് അതിന് നമ്മൾ ഒന്നുകൂടി വിവരാവകാശം ചോദിക്കാം അരുൺ. അതിനുശേഷം അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്താം. അരുൺ, ഒന്നുകൂടി വിവരാവകാശ ചോദ്യം ഇങ്ങനെയായിരുന്നു. ഈ ഓഹരി കൈമാറ്റ വാർത്ത പുറത്തു വന്നതിന് ശേഷം കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരോ തുറമുഖ വകുപ്പോ അദാനി ഗ്രൂപ്പിന് വിശദീകരണ കത്തോ കാരണം കാണിക്കൽ നോട്ടീസോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പും അതിന് അദാനി ഗ്രൂപ്പ് നൽകിയ മറുപടിയും ലഭ്യമാക്കുക എന്നുള്ളതാണ് ആ ചോദ്യം. ഈ അപേക്ഷ
ഇവിടെ എത്തുമ്പോഴേക്ക് ഏതാണ്ട് ജൂലൈ മാസം 15 കഴിഞ്ഞിരുന്നു അരുൺ. അതിന് ഇപ്പൊ വായിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി തുറമുഖ വകുപ്പാണ് കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പുകൾ നോട്ടീസുകൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറുപടി. നൽകിയിട്ടുണ്ടെങ്കിലാണല്ലോ മറുപടി ഉള്ളത്. അത് മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത്, വിവാദങ്ങൾക്ക് ശേഷം ഓഹരി കൈമാറ്റത്തിന് അനുമതി തേടി അപേക്ഷ ലഭിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി അതിന്റെ പിന്നാലെയുണ്ട്. ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അരുൺ, അതായത് ജൂലൈ 8 വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു വാക്കുണ്ട്. അത് പെട്ടെന്ന് പോയതാണ്. നമ്മൾ ഒന്നുകൂടി വിശദമായി കേൾക്കുമ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള കാര്യം മനസ്സിലായത്. സാധാരണഗതിയിൽ ഇത്തരം കൈമാറ്റം സർക്കാരിന്റെ അനുമതിയോടുകൂടി മുൻകൂട്ടി അറിയിച്ച് മാത്രമാണല്ലോ നടക്കാൻ കഴിയുക. ഈ വിവാദമെല്ലാം പുറത്തു വന്നതിന് ശേഷമാണ് സർക്കാരിന് അനുമതി തേടിയുള്ള കത്ത് എന്നുള്ളതാണ് അതിലും വലിയ കോമഡി. ആ കത്ത് കൊടുക്കുന്നത് 1/7/2026 3/7/2026 എന്നുള്ളതാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, തുറമുഖ വകുപ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ള ഒരു രേഖയില്ല എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെ ദിവസം പറഞ്ഞത്, ജൂലൈ 8 വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ജൂലൈ 2 വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ട് പറഞ്ഞത് അതൃപ്തി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളതാണ്, സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ രേഖ എവിടെ പോയി? അതൊന്നുകൂടി ലൈറ്റാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ സോറിയിൽ ഊന്നിയത്. സോറിക്ക് രേഖയുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ അതൃപ്തി അറിയിച്ചിരുന്നുവെങ്കിൽ ആ രേഖ എവിടെയെന്ന ചോദ്യം വീണ്ടും ഉയർത്തുകയാണ് മുഖ്യമന്ത്രിക്ക്. ടി വി പ്രസാദ് അടുത്ത പണിയായിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ആ സോറി പറഞ്ഞതിനുള്ള വിവരാവകാശം കൊടുത്തേക്കാം. ഇനി അത് വന്നാലേ നമുക്ക് മനസ്സിലാവൂ ആ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നുള്ളത്.